കണ്ടോ. ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നോ, ദൈവകൃപയാൽ ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തണം, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, 2 ദിവസം ഞങ്ങൾക്ക് ക്യാമ്പ് മീറ്റിംഗ് ആണ്, സാറ്റർഡേയും സൺഡേയും. സാറ്റർഡേ ഒരു 7 മണിയാണ് ഇവിടുന്ന് പോയി, 4:30 വരെ മീറ്റിംഗ് ഉള്ളതിന് ചിലപ്പോൾ ഇച്ചിരി മുന്നോട്ട് പോകും. പിന്നെ സാറ്റർഡേ നല്ല ട്രാഫിക്കായിരുന്നു. ഇനി വന്നോണ്ടേ 5:30 കഴിഞ്ഞു. പിന്നെ അങ്ങ് ടയേർഡായി, ചേരം കിടന്നു. പിന്നെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ, നമുക്ക് യാത്രയാണെങ്കിലും വൈകിട്ടത്തെയൊക്കെ കാര്യങ്ങൾ നോക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും രാവിലെ 7 മണിയാണ് പോയി. പോൾമോന് നാളെ എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഉച്ചക്കത്തെ 2 മണിക്ക് ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് കഴിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ മണി 4:30 കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത്. കാരണം ഈ കണ്ടിന്യൂസ് ഇരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഇച്ചിരി പ്രയാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ മീറ്റിങ്ങൊക്കെ നല്ല അനുഗ്രഹമായിരുന്നു. ഈ ടെയിൽ ബോണിനെ ആ ഒരു പ്രയാസമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. ഞാൻ പറയില്ലേ, എനിക്കങ്ങനെ യാത്ര എങ്ങോട്ടത്തെ പ്രശ്നമില്ല. ഇവിടെ പിള്ളേർക്കും അവിടെ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ അപ്പച്ചനും ഇപ്പം പകലൊക്കെ ആണെങ്കിലും ഒന്ന് കിടന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നില്ല. അപ്പച്ചനും ഇരുന്ന് കാലൊക്കെ നീരായി. അതുകൊണ്ടാണ് ഇന്നങ്ങ് ഉച്ചയ്ക്ക് വന്നത്. പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ രാത്രിയിലേ ഇട്ട് വെച്ചിരുന്നു, ടൈം അഡ്ജസ്റ്റ് ചെയ്ത്. അതുകൊണ്ട് സാറ്റർഡേ ഫ്രൈഡേ ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ അങ്ങ് പോയി കഴിഞ്ഞാലും 1 മണിയാകുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളുമല്ലേ. ഷെഡ്യൂൾ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, ഞാൻ ഒന്നിന് റിപ്ലൈ ഇട്ടില്ല. ഇനിയും വേണം വീഡിയോകളുടെയൊക്കെ റിപ്ലൈ നിങ്ങൾക്ക് തരാനായിട്ട്. ഇന്നും ഇപ്പം വന്നിട്ട് നല്ല ക്ഷീണമുണ്ട്. നാളെ തൊട്ടിനി ഡ്യൂട്ടിയാണ്. പ്രീസമോന് സ്കൂൾ തുറക്കുന്നു, പോൾമോന് പിന്നെ എക്സാമാണ്. അവന് ടിഫിനൊന്നും കൊണ്ടുപോണ്ട. അവന് 9:30 എക്സാം തുടങ്ങി 10:30 ആകുമ്പോൾ തീരും. ഇനി വരുമ്പോൾ ഉച്ചയാവും കൊച്ച്. ഇവന് സ്കൂൾ തുടങ്ങി. അതുകൊണ്ട് ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് ഇത് എടുത്തത് കൊണ്ട് ആൾക്ക് നാളെ ഒരു മടി. ഇത്രയും ദിവസം നല്ലതായിരുന്നു, ഒരു നാളെ തൊട്ട് പോകണം. ഞാൻ പറയടാ, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എനിക്ക് 5 മണിയാകുമ്പോൾ എണീക്കണ്ടേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയ ഒരു കഥയുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഓക്കെ. അന്നേരം രാവിലെ മാവൊക്കെ ഇന്നലെ രാത്രി അരച്ച് വെച്ച മാവിൻ്റെ അത് ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, ഇഡലിയും ദോശയും ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിന് ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് അതൊന്ന് അരച്ചെടുക്കട്ടെ. അതിൻ്റെ കൂടെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ അകത്തങ്ങ് മില്ലറ്റ് ചേർത്തായിരുന്നു കേട്ടോ, ഇച്ചിരി പൊടിച്ച മില്ലറ്റിൻ്റെ പൗഡർ. അതിൻ്റെ അകത്ത് റാഗി അങ്ങനെ 1-2 മില്ലറ്റുകൾ പൊടിച്ചിട്ട് അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ അരയ്ക്കാൻ നേരം ഞാൻ മൊത്തത്തിലിട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ട് പ്രത്യേകിച്ച് എടുത്തറിയത്തില്ല, അതുകൊണ്ട് അവന്മാർക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇങ്ങനെ പാത്രത്തിൽ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും സവാള ഇട്ടിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ അരച്ച ചട്നി ഇടുക, ചമ്മന്തി. ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യും. തീ അങ്ങ് ഓഫാക്കുക. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ചട്നിക്കകത്തോട്ട് കടുക് ഇങ്ങോട്ട് വറുത്തി ഇറക്കുക. എനിക്കതിനേക്കായി ഇതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. തീ അങ്ങ് ഓഫാക്കിയാലും ആ കടായിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ചട്നി നല്ല ഇച്ചിരി ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഞാനിന്ന് ദോശയും ചമ്മന്തിയും കൂടെ കൊടുത്തു വിടാമെന്നാണ് ചിന്തിച്ചത്. അന്നേരം അവൻ പറഞ്ഞു, മമ്മി ഇഡലി എന്താ ഉണ്ടാക്കുക? ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പറഞ്ഞിരുന്നേ. പിന്നെ ഇഡലി ഉണ്ടാക്കാൻ പോയി.
ഇഡലി അവനിങ്ങനെ അവൻ്റെ ഒരു 3 തട്ടുള്ള ഒരു പാത്രമുണ്ട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോകും. ഇവിടെ കോളേജിലെന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാരും വന്ന് കഴിക്കും. മറ്റേ നേരത്തെ പോയിടത്താണെങ്കിൽ അങ്ങനെ വന്ന് ആരും കഴിക്കും. കൂടുതലും കഴിഞ്ഞ നേരത്തെ ഇവൻ 11th 12th അങ്ങനെ പിള്ളേരൊന്നും ടിഫിൻ കൊണ്ടുവരത്തില്ലായിരുന്നു. ഇതും മിക്ക പിള്ളേരും ചപ്പാത്തി ഇതുമൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവൻ്റേതും വന്ന് കഴിക്കും. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് മമ്മി ഇച്ചിരി കൂടുതൽ തന്നു വിടണമെന്ന് പറയും. അങ്ങനെ അവനുള്ള ഇഡലിയൊക്കെ ഉണ്ടാക്കി പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാനും കഴിക്കാനെടുത്ത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് റീച്ചാൻ അന്നേരം പറഞ്ഞ് റീച്ചാൻ രാവിലെ പോകാനിരുന്നതാണ്. അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് പോയാൽ ഞാൻ പറയാം എന്നാൽ അമ്മക്കൊന്ന് ഒത്തിരി നാളായില്ലേ റീച്ച മീൻ നോക്കാനൊന്ന് പോകാമെന്ന് പറഞ്ഞു. മീൻ എല്ലാം തീർന്നു. എൻ്റെ പൊന്നോ അവിടെ ചെന്നിട്ട് വെറുതെ തിരിച്ചു വന്നെന്ന് വേണം പറയാൻ. ഇതിനിവിടെ പാപ്ലേറ്റ് എന്ന് പറയും, വെള്ള ആവൂലി. അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരും കഴിക്കത്തില്ല. അത് 12 എണ്ണം 400. ഈ ഒരു കുഞ്ഞ് നെയ്മീൻ 300 രൂപ. 3 കുഞ്ഞ് അലുവ മീൻ ആവോലി 900 രൂപ. ഇന്നാൾ ഞങ്ങൾ അതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് 700 രൂപയ്ക്ക് വാങ്ങിച്ചത്. 6 എണ്ണം. ആ 6 മത്തി ഇച്ചിരി വലുതാ. ആ 6 മത്തി 150 രൂപ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ 6 എണ്ണം 150 കൊടുത്തെന്ന് നമുക്ക് തിന്നണ്ടാന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള മീനുകളൊന്നും നെയ്മീനൊന്നും അത്രയും വില കൊടുത്ത് വാങ്ങിക്കേണ്ടിയൊന്നും ആവശ്യമില്ലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്രയും രൂപയുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ എന്തുവന്നാലും ഭയങ്കര വലിയ തിരിച്ചത്ത് പോലും ഇങ്ങ് വന്നെന്നുള്ളതാണ്. അപ്പം എനിക്കങ്ങ് വിഷമം വന്ന് എന്തുവന്നോ, പോയിട്ട് മീനും കിട്ടിയില്ല, ദേഹവും എല്ലാം മീനായി, കൊണ്ടുപോയ സഞ്ചിയെല്ലാം ആയി. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയല്ലേ. എന്നാലും ഞങ്ങൾ അതുവഴി കറങ്ങി ഞങ്ങൾ എന്ത് ചെന്നാൽ ഞങ്ങളുടെ ഈ ലോക്കണ്ട്വാലയിൽ ഒരു പുള്ളിക്കാരി ഇരിക്കും രാവിലെ. പുള്ളിക്കാരിയുടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്ന ഉടനെ അവിടെ കണ്ടില്ല ആ മത്തി 6 എണ്ണം. അത് അവിടെ 150 രൂപയായിരുന്നു, ഇവിടെ അവരുടെ കയ്യിൽ അത് 200. അപ്പോൾ റീച്ച പറഞ്ഞു വാങ്ങിക്കണേ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ റീച്ച 200 കൊടുത്ത് മീൻ വാങ്ങിക്കണ്ട, ചിക്കൻ ഇങ്ങനെ അത് അവിടെ വെച്ച് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ റീച്ച പറ ചിക്കൻ കഴിക്കണേ ചിക്കൻ, മീൻ കഴിക്കണമെങ്കിൽ മീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞു വേണ്ട റീച്ചാന്ന്. അങ്ങനെ ഞങ്ങളിങ്ങ് പോരുന്നു. കാരണം ഇന്നാളി പറഞ്ഞത് ദീപാവലി കഴിഞ്ഞിട്ട് കേരമീനൊക്കെ വരുമെന്നാണ്. എനിക്കാണെങ്കിൽ മീനച്ചാറിനാണെങ്കിൽ 3-4 ഓർഡറും ഉണ്ടായിരുന്നു. എന്തോ ചെയ്യാനാ, മീനില്ലാത്തപ്പം ഓർഡർ വരും, മീൻ ശരിക്കും ഉള്ളപ്പം ആർക്കും വേണ്ട. ചൂരയുടെ കുഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അത് പഴകിയതായിരുന്നു. ആ സമയത്താണ് ഈ ഗുജറാത്തിലെ ഞങ്ങൾ വെച്ച് എന്താ മീനില്ലാതെ, ഈ ഗുജറാത്തിലൊക്കെ വെള്ളം കയറിയ സമയം, ആ മഴ ആ സമയമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ആൾക്കാർ നമ്മളെ തട്ടി നടക്കുന്നത് കൊണ്ട് നമ്മുടെ ദേഹത്തൊക്കെ എനിക്കാണെങ്കിൽ അതൊക്കെ അങ്ങ് അല്ല, മീൻ കിട്ടിയായിരുന്നെങ്കിൽ പോട്ടെന്ന് പറയായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് പാത്രങ്ങളെല്ലാം അതുപോലെ പെട്ടെന്നുള്ള തീരുമാനമല്ലായിരുന്നു പോകാൻ, നിന്ന നിപ്പിൽ ഓടിയതല്ലേ. അപ്പോൾ പാത്രങ്ങളെല്ലാം അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അന്നേരമാണ് റീച്ചാൻ തലേന്നേ ഇങ്ങനെ ഒരു തീരുമാനം ഇല്ല. അപ്പോൾ റീച്ചാൻ രാവിലെ ഫോൺ വന്നതുകൊണ്ട് രാവിലെ പോകണമെന്ന് പറഞ്ഞിരുന്നയാ. അന്നേരം പിന്നെ ജോലിയിൽ ഇങ്ങനെ ചേഞ്ച് വന്നത്. അതുകൊണ്ട് ഞാൻ റീച്ചാനെയും വിളിച്ചുകൊണ്ട് ഓടിയതാണ്. അതുപോലെ തിരിച്ചില്ല, പട്ടി എന്തൊക്കെ പോയെന്ന് പറഞ്ഞതുപോലെ അതുപോലെ തിരിച്ചിങ്ങ് വരേണ്ടി വന്നു. പിന്നെ വന്നിട്ട് ജിയോ മാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. ചിലതൊക്കെ ഓർഡർ ചെയ്തത് അങ്ങ് ക്യാൻസലായി. അത് റീച്ചാൻ ഓർഡർ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഞൊട്ട് കാണുമല്ലോ. ഇത് 2 പിള്ളേരുടെ ഫിംഗറിലിട്ട് നിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ നള്ളി, അത്. പിന്നെ കോവയ്ക്ക, അത് നമുക്ക് ആവശ്യമുള്ളൂ. കാക്കിലോടെ 2 പാക്കറ്റായിരുന്നു കോവയ്ക്ക. പിന്നെ ഒരു കാബേജ്, ടൊമാറ്റോയൊക്കെ അന്ന് തന്നെ വൈകിട്ട് റീച്ചാനിൽ ജോലി പെട്ടെന്ന് തീർന്നതുകൊണ്ട് ഞാൻ പോലും അറിയാതെ വന്ന വഴിക്ക് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിക്കാഞ്ഞത് കൊണ്ട് നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് അർജൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ചപ്പാത്തിക്കൊക്കെ വേണമെന്നും പറഞ്ഞ് 1-2 വെജിറ്റബിൾ വാങ്ങിച്ചാൽ, പിന്നെ സവാളയും അങ്ങനെയൊക്കെ ഉള്ളത്. ഞാനന്നേരം ബില്ലിലൊന്നും നോക്കിയില്ല. റീച്ചാൻ ഓർഡർ ചെയ്തല്ലേ, നല്ല വലിയ ടൊമാറ്റോ ആയിരുന്നു. ഈ ജിയോ മാർട്ടിൽ അവരില്ലാത്ത സാധനം എന്നാൽ അത് ഇല്ലെന്ന് കാണിക്കത്തില്ല. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ക്യാൻസൽ എന്ന് പറഞ്ഞ് പൈസ റീഫണ്ട് വരുന്നത്. അപ്പോൾ ആ കൊണ്ടുവന്ന കോവയ്ക്ക ഞാനങ്ങ് അരിഞ്ഞ് ഉപ്പി പറ്റിക്കാനായിട്ട് വെച്ച് ഇപ്പം അത് വെള്ളമൊക്കെ വറ്റി. എന്നിട്ട് ഞാനത് ഇച്ചിരി പാനിൽ ഓയിലൊഴിച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ.
അതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ. ചില സമയത്ത് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന പച്ചക്കറി ഇച്ചിരി മുറ്റിയതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അതോ എന്തെങ്കിലും സാധനം ശരിയല്ല എങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് എന്തുവാന്ന് വെച്ചാൽ ഒന്ന് റീഫണ്ട് ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമോ അങ്ങനെ വല്ലതും ചെയ്യും. എനിക്കങ്ങനെ മെഴുക്കുരട്ടി വെച്ചാൽ മതിയായിരുന്നു. ഇന്നലത്തെയൊക്കെ കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇവർക്ക് ചപ്പാത്തിക്ക് ഇത് മതിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേന്ന് ഞാനെന്നാൽ എൻ്റെ മൈൻഡിൽ പുട്ടുണ്ടാക്കാമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ പോൾമോന് ഈ പുട്ട് പഴത്തിനേക്കാൾ ഇഷ്ടം കറി കൂട്ടിയ കടലക്കറി. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചെന്നാൽ ഇന്നങ്ങ് ഞാൻ ഈ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ മിക്ക ദിവസവും അങ്ങ് രാത്രിയിലങ്ങ് ചെയ്ത് വെക്കും. കാരണം രാവിലെ ഈ കടലയൊക്കെ വേവിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയം കാണത്തില്ലല്ലേ. അപ്പോൾ പോൾമോന് ടിഫിൻ കൊണ്ടുപോകണമല്ലോ, കൊച്ചവനെല്ലാം ഉള്ളു പോകണ്ടാത്ത. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ പൊളിച്ചിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കെടുത്താം. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ അന്നേരം തന്നെ പൊളിച്ച് ചേർക്കുകയാണെങ്കിൽ ഇത്രയും ഞാൻ വെളുത്തുള്ളി ചേർക്കത്തില്ല. അയ്യോ പെട്ടെന്ന് പൊളിച്ച് ആ കൈ കിട്ടുന്നതങ്ങ് ഇടും. ഇങ്ങനെ ഇരിക്കുമ്പം അങ്ങ് കുറച്ചെടുത്തങ്ങ് ഇടും. അതാണ് കുഴപ്പം. അപ്പം ഞാൻ സവാളയൊന്ന് വഴറ്റി കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി. അപ്പം ഈ ഇന്നാൾ എന്നോട് ഒരു കടലക്കറിയുടെ റെസിപ്പി ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പറയുന്നത്. അപ്പോൾ കടല ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെച്ചു. ഉപ്പ് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പ് ഒത്തിരി ഇട്ടില്ല, കുറച്ചുപ്പ്. എന്നിട്ട് ഓയിലൊഴിച്ച് ഞാൻ ചീനച്ചട്ടിയിൽ കറിവേപ്പില ഇട്ടിട്ട് സവാളയും വെളുത്തുള്ളിയും കൂടെ വഴറ്റി, എന്നിട്ട് ഒരു ടൊമാറ്റോയും. അവന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും കൊടുത്തിട്ട് ടിഫിന് കൊടുത്തു വിട്ടത് പൂരി ഉണ്ടാക്കി കൊടുത്തു. പൂരിയും ഈ കടലക്കറിയും കൂടെ കൊടുത്തു വിട്ടത്. ടൊമാറ്റോയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇച്ചിരിയും കൂടെ മിക്സ് മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മറ്റേ എരിവനാണെങ്കിൽ അത്രയും ചേർക്കണ്ട. 1 ടീസ്പൂൺ ഗരം മസാല. ഞാൻ 1.5 ടീസ്പൂൺ കടലമാവ് ഇത് ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ. അത് താല്പര്യമുള്ളവർ ചേർക്കുക, അല്ലാത്തവർ വേണമെങ്കിൽ കടല മിക്സിയിൽ അരച്ച് ചേർത്താലും കൊഴുപ്പ് കിട്ടും. ഇപ്പോൾ കടലമാവാകുമ്പം വേറെ ടേസ്റ്റ് ഒന്നും വരത്തില്ല, നമുക്ക് മനസ്സിലാവത്തുമില്ല. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഈ സ്പൂണിൻ്റെ അകത്ത് ഇങ്ങനെ അടിയിൽ നമ്മൾ ഈ കടലമാവിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്പൂൺ ഇട്ടേക്കുവാണെങ്കിൽ എത്ര നേരം ആ സ്പൂണിൻ്റെ അകത്ത് ഇങ്ങനെ പൊടി പൊടി ഇങ്ങനെ ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1.5 ടീസ്പൂൺ കണക്കാക്കിയാൽ മതി. ഞാൻ അതിനൊരു 2 സ്പൂൺ ഇട്ടെങ്കിലും അതിൻ്റെ പകുതിയും ആ നമ്മുടെ സ്പൂണിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ടാണ് ഒത്തിരി ചേർക്കണ്ട. ഞാൻ ഇത്രയും ഞാൻ കടലയും ഇച്ചിരി ഗ്രീൻ പീസ് കൂടാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊന്നും ഈ മുളക് പൊടിയുടെ കൂടെ ഇട്ട് മൂപ്പിക്കുമ്പം നല്ല കടലമാവിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോകുമല്ലേ. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് കടല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം. ഞാൻ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ഉടയ്ക്കുന്നുണ്ട് സ്പൂണും കൊണ്ട്. അപ്പം നല്ലൊരു കൊഴുപ്പും ഇതൊക്കെ കിട്ടും. നിങ്ങളുടെ എത്രയും ചാറ് വേണം. ഇതിപ്പോൾ ഇത്രയും ചാറുണ്ടെങ്കിലും കുറച്ചുകൂടെ തണുക്കുമ്പോൾ, ഞാൻ പറഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം പിറ്റേന്നാവുന്നുണ്ടെങ്കിൽ ഇതങ്ങ് കുറുകി അങ്ങനെ ഒത്തിരി അങ്ങ് തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ നമ്മളത് ചൂടാക്കുമ്പം ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. തിളച്ച വെള്ളമേ, പിന്നെ നമ്മളത് ഇട്ട് തിളപ്പിക്കത്തില്ലല്ലോ. തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി. തണുത്തതിന് ശേഷം ഞാനങ്ങ് വെക്കുമേ. അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ടേ കറിയൊക്കെ അങ്ങ് തിക്കായായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.